ഇതിന് ചെറിയൊരു ചായ്വ് ഉണ്ട്, കുഴപ്പമില്ല. അതങ്ങ് വെയിലത്ത് നിൽക്കുമ്പോൾ അങ്ങ് വളർന്നോളൂ. നഴ്സറിയിൽ എനിക്ക് തോന്നുന്നു തൈകളെല്ലാം കൂടെ കൂടി ഇരുന്നത് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിൻ്റെ ചുവട്ടിൽ ഇനി കരിയിലയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്, ആഫ്രിക്കൻ ഒച്ച്. അപ്പം കരിയിലയും വേസ്റ്റും കൂടി കിടക്കുന്നതിൻ്റെ ചുവട്ടിൽ ഇത് ഒളിച്ചിരിക്കും. അതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം വേണ്ട. ഇത് ലെമണാണ്. ഈ ലെമണിൻ്റെ പ്രത്യേകത ഇത് സീഡ്ലെസ് ലെമണാണ്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല മണമാണ്. ഇതിനകത്ത് ഒരു കായ ഇതുവരെ പിടിച്ചിട്ടുള്ളൂ. വെച്ചിട്ട് കുറച്ച് ആയതേ ഉള്ളൂ. 6 മാസം കഴിയുമ്പോഴേ ഇത് കായ്ക്കത്തുള്ളൂ. പക്ഷേ 6 മാസം ഞാൻ വെച്ചിട്ട് 6 മാസം ആവുന്നതിന് മുമ്പ് ഇത് കായ്ച്ചു. ഞാനത് ക്ഷമയോടെ കാത്തിരുന്ന് ഈ ഒരു കളറായി. അതിൻ്റെ തൊലിക്ക് ഈ കളറായപ്പോൾ ഞാൻ പറിച്ച് അത് കട്ട് ചെയ്ത് നോക്കി. സത്യമാണ്, സീഡില്ല, കായ്ക്കും. ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാഞ്ഞിരമാണ്. ഈ കാഞ്ഞിര ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഞാൻ നട്ടതൊന്നുമല്ല. ഇവിടെ ഇങ്ങനെ ഞാൻ നല്ല നിരപ്പിന് നടുന്ന സമയത്ത് ഇതിവിടെ നിന്നതാണ്. അപ്പോൾ ഞാൻ അതിനെ തടവൊക്കെ എടുത്ത് അതിനെ ഒന്ന് സംരക്ഷിച്ച് നിർത്തിയേക്കുക. കാഞ്ഞിരം ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു മരമാണ്. ഒരുപാട് മരുന്നുകൾക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കുരു തിന്നാലേ ഉള്ളൂ മനുഷ്യൻ ചത്തു പോകുന്നത്, വിഷമാണ്. പക്ഷേ ഇതിൻ്റെ കാറ്റടിക്കുന്നതും എല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഒരു കാഞ്ഞിര മരം ഉള്ളതും ഇത് ഭ്രാന്തിന് വരെ മരുന്ന് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാഞ്ഞിരം. ഇത് എന്ന് പറഞ്ഞാൽ ശീമച്ചക്ക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്, ദൈവം സഹായിച്ച്. അതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇനിയൊന്നും അമ്പഴങ്ങ. ഇത് പെട്ടെന്ന് തന്നെ 1.5 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന പ്ലാവാണ്. ഇതിനകത്തെല്ലാം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറുതിലേ കായ്ച്ചാൽ ഇതിൻ്റെ ആയുസ് കുറയും എന്നുള്ളത് കൊണ്ട് ഞാൻ കുക്ക ഉണ്ടായത് ഞാൻ വെട്ടിക്കളഞ്ഞു. ഇതും അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ ഏർലി, പെട്ടെന്ന് കായ്ക്കുന്ന, ഇപ്പോൾ കാണുന്ന വളരെ കുറച്ച് നീളത്തിലേ വളരൂ, പക്ഷെ നല്ല അടിപൊളി ചക്ക തരുന്ന സാധനം. ഇത് ഗ്രാഫ്റ്റഡ് തൈയാണ്. കുടംപുളി ഏറ്റവും ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇത് 2 തൈയാണ് സാധാരണ കുടംപുളിക്ക് ഉണ്ടാകുന്നത്. ഇത് പക്ഷേ അത് 2 കൂടെ ചേർത്ത് വെച്ചൊരു ഗ്രാഫ്റ്റഡ് തൈ ആയതുകൊണ്ട് ഒരെണ്ണം ഒരുപാട് വളരത്തില്ല, നല്ലതുപോലെ ഫലം തരും. ഇത് എൻ്റെ വീട്ടിൽ തന്നെ പുളിഞ്ചിക്ക, ഇലമ്പിക്ക, പുളിഞ്ചിക്ക